ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഇതാ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 1-2 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ മക്കൾ സ്കൂളിൽ പോവാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയം നല്ല രസമാണ് കേട്ടോ. ഇപ്പം അധികം തണുപ്പുമില്ല, ചൂടുമില്ല, അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ. പക്ഷികളൊക്കെ ഇതാ കൂട്ടത്തോടു കൂടി അങ്ങനെ പറന്നു പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊക്കെ നല്ല സുഖമുള്ളൊരു ടൈമാണല്ലോ. അതുകൊണ്ട് മക്കൾ പോയി കഴിഞ്ഞാൽ ഞാനിതുപോലെ ഒരു 5-10 മിനിറ്റ് അങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കും. പിന്നെ ഒന്ന് ചായക്ക് പത്തിരിയും ദോശയൊന്നും അല്ലാട്ട് ഉണ്ടാക്കുന്നത്, പഴവും കോഴിമുട്ടിയും വാട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കിച്ചണിൽ സാധനങ്ങളൊക്കെ വെക്കുന്ന ഈ ഒരു ഷെൽഫ് ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്ത് അവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതിനുശേഷം സാധനങ്ങളൊക്കെ തിരിച്ച് അവിടെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത മസാലപ്പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ ഞാൻ ഇട്ട് വെക്കൽ. ഇനി താഴെ ഭാഗവും അതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് സാധനങ്ങളൊക്കെ തിരിച്ച് അതുപോലെ തന്നെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിക്കണമൊക്കെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കലാണ്. പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ 2 വാങ്ങി വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ സാധനം തീർന്നാലും പേടിയില്ലല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നു പോവും വാങ്ങാനും ഒക്കെ. അപ്പോൾ സാധനം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ധൈര്യമല്ലേ. അങ്ങനെ ഇത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉച്ചക്കുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഇന്ന് ഉച്ചക്ക് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ചിക്കനോ മീനോ ഒന്നുമില്ല കറി വെക്കാൻ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു അരി കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കൽ. കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ചോറ് ഊറ്റൽ. പിന്നെ വിസിൽ വരുന്ന സമയത്ത് അതിലുള്ള വെള്ളമൊക്കെ തെറിച്ചിട്ട് ആ ഒരു മോൾ ഭാഗത്തൊക്കെ ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ കുക്കറിൻ്റെ മൂടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 തക്കാളി എടുത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പം നമ്മളെടുത്ത് കറി വെക്കാനൊന്നും കാര്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടത്. ഇതിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഒരു 6 എഗ്ഗ് എടുത്തിട്ട് ഇതുപോലെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു എഗ്ഗില് ഉപ്പും എരിവൊക്കെ ഒന്ന് പിടിക്കാനാണ്. ഇത് കുറച്ചു നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിൽ കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ഇനി ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീൻ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പാക്കറ്റിൽ മസാല ഒക്കെ ഇട്ട് വരുന്ന ചെമ്മീനാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും ചെറിയ പീസ് ഇഞ്ചും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും പുളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നത്തെ ഏതൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ജോയ്മോൻക്ക് കുക്കുമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഏതായാലും ഇന്ന് ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ലഞ്ച് കഴിഞ്ഞു കേട്ടോ. മക്കളൊക്കെ വന്നതിൻ്റെ ശേഷം ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കറി ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്. പിന്നെ ഉണ്ടാക്കാൻ അധികം സാധനത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ ആ ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. അത് കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചോറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചോറ് എടുക്കണുള്ളൂ. അതുപോലെ ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക.
എന്നിട്ട് ഇതാ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബ്ലൂബെറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനെൻ്റെ കയ്യിൽ ബ്ലൂബെറി ഉള്ളതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള ബ്ലൂബെറി ഇതുപോലെ ക്ലിപ്പിട്ട് വെച്ചിട്ട് ഫ്രീസറിൽ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കൾക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഇത് 1 മണിക്കൂറിന് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിനി കേട്ടോ. എന്നിട്ടും ഇത് സെറ്റായിട്ടുണ്ടായിനി. നല്ല ടേസ്റ്റ് ഉണ്ടായിനി കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോണ ഒരു ടൈപ്പ് ഇനി നമ്മളെ പുഡിങ്ങൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതിലാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചോറിൻ്റെ ആ ഒരു തരിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. എന്നാൽ നല്ല ടേസ്റ്റ് ആവും. ഇന്നിപ്പോൾ ജയമോക്ക് കരാട്ടിയും ദിയമോക്ക് ട്യൂഷനൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഓരെ കൊണ്ടുപോയി വിടാൻ വരാൻ പറ്റൂല എന്ന് പറഞ്ഞ്, അപ്പോൾ ഓരോ ക്ലാസ് വെറുതെ ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ടാക്സിയിൽ ഓരോ കൊണ്ടുവിടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ജയമോളെ ഇറക്കി, പിന്നെ ദിയമോളെ ഇറക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ജോയിമോനും കൂടെ സൽമിയ സൂക്ക് വന്നിട്ട്, പിന്നെ ഞാനും മോനും കൂടെ അവിടുത്തെ ഷോപ്പിലൊക്കെ ഒന്ന് കയറി അങ്ങനെ നോക്കിയിട്ടോ. അപ്പം ഞാനും ജോയിമോനും കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് വരുന്നത്. എന്താ പറയുക, എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ദിയമോളും ജയമോളും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം എന്തായാലും ഇതുപോലെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ. ഗ്ലാസിൻ്റെ സെക്ഷനിലൊക്കെ എത്തുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ ഓന് പൊട്ടിക്കുമോ എന്നുള്ളതൊക്കെ. ഈ ഒരു ടീ പോട്ട് ഉണ്ടല്ലോ, ഇതുപോലത്തത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണാൻ. അങ്ങനെ ഏതായാലും ഞാനും മോനും കൂടെ കുറച്ചൊക്കെ അവിടെ അങ്ങനെ കറങ്ങി നടന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ജോയിമോന് കരയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഓനക്ക് കോണ് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതാ കോണ് വാങ്ങി കൊടുത്തതിൻ്റെ ശേഷം ആള് ഐസ്ക്രീം കണ്ട്. അപ്പോൾ പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കച്ചറാക്കി. അങ്ങനെ ഇതാ ഐസ്ക്രീം വാങ്ങിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. കോണ് പിന്നെ ഞാനും മോനും കൂടെയാണ് കേട്ടോ കഴിച്ചത്. അതിൻ്റെ ഇടയിൽ ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്ലേനി. അപ്പോൾ അതും വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ജോയിമോൻ ഇന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് മക്കളെ ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ അടുത്താക്കി തന്ന്. അപ്പോൾ ഓരെ കണ്ടപ്പോൾ ജോയ്ക്ക് ഒന്നുകൂടെ സന്തോഷമായി. പിന്നെ ഓർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.